ശക്തന്റെ മണ്ണിൽ ആവേശമായി ഇന്ന് പുലികൾ ഇറങ്ങും. വിവിധ ഭാഗങ്ങളിൽ നിന്ന് 7 പുലിക്കളി സംഘങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുക. സ്വരാജ് റൗണ്ടിലേക്ക് വിവിധ സംഘങ്ങളുടെ 100 കണക്കിന് പുലികളെത്തും. ഓരോ സംഘത്തിലും പരമാവധി 51 പുലികളാണ് ഉണ്ടാവുക. നമുക്കൊപ്പം വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ പുലിവരയൊക്കെ തുടങ്ങിയോ? വലിയ ആവേശമായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും പുലിമടകളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റാണ്. സീതാറാം മിൽ ദേശത്തിൻ്റെ പുലിമടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. പുലർച്ചെ തന്നെ ആരംഭിച്ചു. ഇനി പുലിവരകളാണ്. പുലിവരകൾ ചെയ്ത ശേഷം വൈകിട്ട് ഓടുകൂടി ഇവരെല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങും. എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ കാണാം ഇപ്പോൾ ഈ നിറം അരച്ചു ചേർക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവരും വലിയ ഉഷാറിലാണ്. കാര്യം അത്രത്തോളം ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, എവിടെ വരെ ഈ കാര്യങ്ങളെല്ലാം സെറ്റായോ? ഇതെന്താ മിക്സ് ചെയ്തിട്ട് വേണം ഇനി പുലി വരകൾ അല്ലേ? എന്തൊക്കെ ചേർത്താണ്? ടെമ്പർ പൗഡർ, വാർണിഷ്, എന്തൊക്കെ ചേർത്താണ് മിക്സ് ചെയ്യുന്നത്? ഇതിന് പ്രത്യേകതരം പെയിൻ്റാണ്. ഇത് വാർണിഷ്, ക്ലിയർ വാർണിഷ്, ഇതെല്ലാം അങ്ങനെ വെള്ളം വീണാലൊന്നും അങ്ങനെ പോവില്ല അല്ലേ? അങ്ങനെ വെള്ളം വീണാലൊന്നും പോവില്ല. വെള്ളം വീണാൽ പോവില്ല. പെട്ടെന്ന് പോകണതല്ല. കുറേ നാൾ കളി കഴിയുന്നവരങ്ങനെ നിൽക്കും. ഇപ്രാവശ്യം വെറൈറ്റി പെയിന്റുകളൊക്കെ ഉണ്ടോ? ഓരോ തവണയും ഓരോ വെറൈറ്റി ഉണ്ട്. ആളാണ് നമ്മുടെ മെയിൻ ആള്. ചേട്ടനാണോ മെയിൻ? എന്തൊക്കെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ? ഇവിടെ കാര്യങ്ങളെല്ലാം ഉഷാറായിക്കൊണ്ടിരിക്കുന്നു. വര തുടങ്ങാൻ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിൽക്കുന്നപ്പോൾ ഒരു ചെറിയൊരു ചടങ്ങുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. ഇത് നിറം അല്ലേ? ചുവന്ന നിറം. അങ്ങനെ വ്യത്യസ്തമായ നിറങ്ങളാണ് ഓരോ തവണയും അവതരിപ്പിക്കുന്നത്. വ്യത്യസ്തത പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇപ്പൊ ഫ്ലൂറസെന്റ് അങ്ങനെ ഒരുപാട് നിറങ്ങളൊക്കെ വരുന്നു. ഇവിടെ ഉണ്ട്. ഫ്ലോറസെന്റ് അവസാനം നേരത്തെ വരും. സർപ്രൈസ് ആണ്. എന്തൊക്കെയാണ് ഇപ്രാവശ്യം സർപ്രൈസ്? എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്ന കളറിന് ഇപ്രാവശ്യം ഉണ്ടാവുള്ളൂ. സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് മിക്സ് ചെയ്ത് ഓരോരുത്തരും മാറ്റി വരയിൽ മാത്രമേ അതിൽ സർപ്രൈസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. വരയിൽ എന്തൊക്കെയാണ് സർപ്രൈസ്? അത് പറയില്ല, സീക്രട്ടാണ്. അത് നമ്മൾ വരയ്ക്കുമ്പോൾ അതിന് അതിൻ്റെ വ്യത്യസ്തമായ രീതിയിലുള്ള കുറേ സംഭവങ്ങൾ ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. കളറുകളെ എല്ലാ ഉപയോഗിക്കുന്ന കളറിന് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ അതിനും പറ്റി നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന കാരണം നമുക്ക് വല്ലാണ്ട് വ്യത്യസ്തമുള്ള കളറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഈ വയറുള്ള പുലികൾക്ക് ഡിമാൻഡ് ഉണ്ടല്ലേ? കാരണം നന്നായി വരയ്ക്കാനൊക്കെ പറ്റും. വയറുള്ളവന് മാത്രമേ ഇപ്പോൾ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. ഇന്നത്തെ ദിവസം വയറന്മാരെ ദിവസമാണ്. സിക്സ് പാക്കിനൊക്കെയാണ് സാധാരണ മറ്റിടത്തൊക്കെ ഡിമാൻഡ്. ഇപ്പോൾ സിക്സ് പാക്കിന് ഇവിടെ ഡിമാൻഡ് ഇല്ല. സിക്സ് പാക്കിന് ഒരു വില ഇവിടെ നല്ല വയറന്മാർക്ക് നല്ല വില ഇവിടെ ഇന്നത്തെ ദിവസം തൃശ്ശൂർ. ഇപ്പോൾ ഇത് അരച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, കാര്യങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഇനി അല്ലേ? ഉടൻ തന്നെ തുടങ്ങും. ഒരു നാളികേരം ഉടയ്ക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത് ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ടീമിൽ 35 മുതൽ 51 വരെ പുലിവേഷം കെട്ടുന്നവരുണ്ടാവും. എല്ലാവരും ഈ 51 തന്നെ ഉറപ്പിക്കാൻ ശ്രമിക്കും. കാരണം അത്രത്തോളം മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ തയ്യാറായിരിക്കുകയാണ്. ഇനി വരയ്ക്കണം അല്ലേ? അതിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങളും നടന്നു. ഷേവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെടുത്തേക്കണം. എൻ്റെ പിന്നെ വരയ്ക്കണം. എല്ലാ വർഷവും വേഷം കിട്ടുന്ന? ഇല്ല, ഒരു 5-6 വർഷമായിട്ട് ഇപ്പോൾ കേട്ടിട്ടുണ്ട്. 5-6 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ കേട്ടിട്ടുണ്ട്. ഈ ചുവടുകൾക്കൊക്കെ പ്രാധാന്യമുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഇത് അങ്ങനെ പഠിച്ചിരുന്നു? എങ്ങനെയാണ്? ഇല്ലേ, പഠിച്ചിട്ടൊന്നുമില്ലേ. പ്രത്യേകിച്ച് പഠിച്ചിട്ടില്ലേ. നമ്മൾ കാണും പുലികളി, ആദ്യം കാണാൻ പോകുമ്പോൾ കണ്ട് അതുപോലെ പഠിക്കുന്നു മാത്രം. ഈ വയറുള്ള പുലികൾക്കാണ് ഡിമാൻഡ് എന്ന് പറഞ്ഞു നേരത്തെ ചേട്ടനെ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലും ക്രമീകരണങ്ങളൊക്കെ ഒന്നും ചെയ്തിട്ടില്ലേ? ഇല്ല. സ്വാഭാവികമായിട്ടുള്ള വയറ്. ഞാൻ ഇവരൊക്കെ ചേട്ടാ കുറേ നാളായോ വേഷം ഇങ്ങനെ കെട്ടുന്നത്? കുറേ നാളായി. പക്ഷെ എങ്ങനെയാണ് ഒരു വലിയ ആദ്യം ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, നടക്കുമോ എന്നൊക്കെ. ഇപ്പോൾ അതിനുശേഷം ഇതായി എല്ലാ ആവേശവും. സന്തോഷമായി. ഈ കളിയിലേക്ക് സന്തോഷമില്ലല്ലോ. തൃശ്ശൂർ വികാരമാണ് പുലിക്കളി. വേഷം വരയ്ക്കണം. നല്ല ഭംഗി. ഇപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? ടൗസർ ഇട്ടു. ഇനി വരാൻ തുടങ്ങി. നല്ല ഇതായിട്ട് ഫോമായിട്ട് ഫസ്റ്റ് അടിക്കാനുള്ള പരിപാടിക്കാണ് ഞങ്ങൾ. ഒരു പ്രാവശ്യം അടിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ശരി ഓക്കെ. ശരി രാജൻ, എന്തായാലും ഈ ഒരു പുലി വര തുടങ്ങുമ്പോഴായിരിക്കും ഈ ആവേശം ഒരുപാട് കുറച്ചുകൂടി വരുന്നത്.